പശ്ചിമ ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ഒരു ബലാത്സംഗ കേസായിരുന്നു ആർജി കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവം. അന്ന് മമതാ ബാനർജി വലിയ രീതിയിൽ തന്നെ ആ ക്രൂരകൃത്യം ചെയ്ത ആ കൊലയാളിയെ അടക്കം സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് മമതയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ എടുക്കുകയുണ്ടായി. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായി മാറി. ഹൈക്കോടതി, കൊൽക്കത്ത ഹൈക്കോടതി ഇടപെടുന്നു, സുപ്രീം കോടതി ഇടപെടുന്നു. ഈ രണ്ട് കോടതിയും, ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറയുന്നു മമതയുടെ സർക്കാരിന് അല്ലെങ്കിൽ മമതയുടെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു തൃപ്തികരമല്ല, നമുക്കിത് വിശ്വസനീയമല്ല, CBI അന്വേഷണം തന്നെ വേണമെന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിടുന്നു. അങ്ങനെ CBIക്ക് അന്വേഷണം നടത്തിയതിന് ശേഷമാണ് പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യാനെങ്കിലും സാധിച്ചത്. പക്ഷേ നിലവിൽ ഇപ്പോൾ BJP സർക്കാർ അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ ആദ്യമായിട്ടാണ് പശ്ചിമ ബംഗാളിൽ BJP അവിടെ അധികാരത്തിൽ വരുന്നത്. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ സുവേന്ദു അധികാരിയുടെ അമ്മ ഗായത്രി അധികാരി സുവേന്ദു അധികാരിയോട് പറഞ്ഞ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആർജി കർ മെഡിക്കൽ കോളേജിലെ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം. എന്ത് സംഭവിച്ചാലും കർശനമായ നീതി, സത്യസന്ധമായ അന്വേഷണം, സത്യസന്ധമായ നീതി ഉറപ്പാക്കണം. ഇതിൻ്റെ പിന്നിൽ ഏത് കൊലകൊമ്പനാണെങ്കിൽ പോലും അവനെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അത് ആ ഒരു വാക്ക് BJP അന്ന് അവരുടെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തതാണ്. അത് നിറവേറ്റണമെന്ന് സുവേന്ദു അധികാരിയുടെ അമ്മ സുവേന്ദു അധികാരിയോട് പറഞ്ഞതാണ്. പിറ്റേ ദിവസം തന്നെ ഈ കേസ് അട്ടിമറിക്കാനായിട്ട് കൂട്ടുനിന്ന മുതിർന്ന 3 IPS ഉദ്യോഗസ്ഥർ, അതായത് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയും കൂടെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് സുവേന്ദു അധികാരി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. നിലവിലിപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി ഒരു കേസ് അന്വേഷണം, അതായത് ഈ കേസ് CBI അന്വേഷണത്തിലേക്ക് വിടുകയാണ്. കാരണം ഫസ്റ്റ് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇന്ന് പുറപ്പെടുവിച്ച ഉത്തരവെന്ന് പറയുന്നത്, ആ സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നശിപ്പിക്കാനും കേസ് ഒതുക്കി തീർക്കാനും നടന്ന ശ്രമങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. CBIയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ചുമതല നൽകിയിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി. ജോയിന്റ് ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ രൂപീകരിക്കുന്ന 3-അംഗ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുക. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിനിരയായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടർ ഓഗസ്റ്റ് 9 രാത്രി ആശുപത്രിയിൽ വെച്ച് ഭക്ഷണം കഴിച്ചത് മുതൽ അടുത്ത ദിവസം വൈകുന്നേരം മൃതദേഹം സംസ്കരിക്കുന്നത് വരെയുള്ള മുഴുവൻ സംഭവ വികാസങ്ങളും CBIയുടെ ഈ പ്രത്യേക സംഘം വിശദമായി തന്നെ പരിശോധിക്കും. അന്വേഷണത്തിന്റെ പുരോഗതി വ്യക്തമാക്കുന്ന വിശദമായ സ്റ്റാറ്റസ് റിപ്പോർട്ട് അടുത്ത മാസം 25-ന് സമർപ്പിക്കാൻ ഹൈക്കോടതി CBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച ആർജി കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെയുള്ളവരെയും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലെ SHO അഭിജിത് മണ്ഡൽ എന്നിവരെ നേരത്തെ തന്നെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ച കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയലൊക്കെ മമതാ ബാനർജിയുടെ വലങ്കൈയാണ്. അവരുൾപ്പെടെ 3 IPS ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൂടാതെ ആർജി കർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കൊൽക്കത്ത പോലീസിന്റെ ഉദ്യോഗസ്ഥരെ അടക്കം ഇനി അവർ ജോലിയിലേക്ക് വേണ്ട എന്നൊരു കടുത്ത നിലപാടിലേക്ക് സുവേന്ദു അധികാരി എത്തിയിട്ടുണ്ട്. കൊൽക്കത്ത മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ, മുൻ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ ഇന്ദിരാ മുഖർജി, അഭിഷേക് ഗുപ്ത എന്നിവരെയാണ് കടുത്ത നടപടിയിലേക്ക് സുവേന്ദു അധികാരി പോയത്. കേസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തി എന്നതിനെ തുടർന്നാണ് ഇവരെയും ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ഈ ഉദ്യോഗസ്ഥർ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആർജി കർ മെഡിക്കൽ കോളേജ് കൊലപാതകത്തിന്റെ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ കടുത്ത നടപടിയാണ് ഇപ്പോൾ സുവേന്ദു അധികാരി സ്വീകരിച്ചത്. ഇനി CBI അന്വേഷണം നടത്തി അടുത്ത മാസം 25-ാം ഹൈക്കോടതിയുടെ മേശപ്പുറത്ത് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചാലും ഞെട്ടേണ്ട കാര്യമില്ല. കാരണം മമതാ ബാനർജിയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് CBI അടുത്ത മാസം റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പറഞ്ഞാൽ CBI മമതയെയും അറസ്റ്റ് ചെയ്യും. അതിനുള്ള ഉത്തരവിലേക്ക് ഹൈക്കോടതി പോവും, അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. കാരണം മമതയുടെ അറിഞ്ഞാണ് ഈ അവിടുത്തെ ആർജിക്കാരിലെ പ്രിൻസിപ്പാളിനെ അടക്കം പിറ്റേ ദിവസം ആ പ്രിൻസിപ്പാളിൻ്റെ ഒരു ഗുരുതരമായ വീഴ്ചയാണ് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം അടുത്ത ദിവസം തന്നെ മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് പ്രിൻസിപ്പാളിനെ പുനർനിയമനം നടത്തിക്കൊണ്ട് മമതാ ബാനർജി ഉത്തരവ് പുറപ്പെടുവിച്ചതടക്കം വലിയ വിവാദമായിരുന്നു. അപ്പോൾ മമതയെയും അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.